ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോഴത്തേനും തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ തിരുവനന്തപുരം, അല്ലെങ്കിൽ എന്താ പറയുക, കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിനകത്ത് ചിലപ്പം ഹാഫ് ബ്ലാക്കിലും ഹാഫ് വൈറ്റിലും ഒക്കെ പെയിന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ചില സ്ഥലത്തൊക്കെ ഇപ്പം യെല്ലോ കളറാണ് കാണുന്നത്. അതിനാണ് മൈൽ സ്റ്റോണുകൾ എന്ന് പറയുന്നത്. കാരണം എത്ര ദൂരം ഇനിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കല്ലുകളാണ് മൈൽ സ്റ്റോണുകൾ എന്ന് പറയുന്നത്. അത് നാഴിക കല്ലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ. ഇത്തരത്തിൽ ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു നാഴികക്കല്ല് ദിവസമാണ്. എന്താണെന്ന് പറയട്ടെ, ഇന്ന് മോർണിംഗ് ഗ്ലോറിയുടെ 1500ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 1500 എപ്പിസോഡുകൾ മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ കൂടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്പോൺസേഴ്സ്, എല്ലാ വെൽ വിഷേഴ്സ്, എല്ലാ പ്രാർത്ഥന പോരാളികൾ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഞങ്ങളുടെ പിറകിൽ നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ എല്ലാവർക്കും ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും പാസ്റ്റർ ഡാമിൻ ആന്റണിയിൽ നിന്നും ഞങ്ങൾ എല്ലാവരിൽ നിന്നുള്ള എ ബിഗ് സല്യൂട്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അനേക എപ്പിസോഡുകൾ കടക്കുവാൻ കർത്താവിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ദിവസം കർത്താവ് നമ്മളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ചില ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സീരീസ് ലൈറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനൊരു ലൈറ്റാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇതുപോലെ ചില ആഘോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവുകയാണ്. അതായത് മിന്നുന്ന ലൈറ്റ് ഇടുന്ന പോലെയുള്ള ആഘോഷങ്ങൾ. ചിലപ്പോൾ വിവാഹമായിരിക്കാം, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ ആർക്കൊക്കെ പുതിയ വീടുകൾ ലഭിക്കുന്നതായിരിക്കാം. എന്തൊക്കെയോ ഇങ്ങനെ മിന്നുന്ന ലൈറ്റ്സ് പോലെ ചില ആളുകളെ ഇതുപോലെ എന്താ പറയുക, ചില മിന്നുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചില പുരസ്കാരങ്ങൾ ലഭിക്കുന്നതായിരിക്കാം. എന്തൊക്കെ ഇതുപോലെ മിന്നുന്ന ലൈറ്റ്സ് ഞാൻ കാണുകയാണ്. ഈ 2025 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. എത്ര പേര് ആമേൻ പറയും? ഇന്നത്തെ നമുക്കൊരു സ്പോൺസർ ഉണ്ട്. ഇന്ന് ഒരു കീ സ്പോൺസറാണ്, UAE-യിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. ഇന്ന് മാതാവ് അന്നമ്മ മാർക്കോസിന്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അന്നമ്മ സിസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അന്നമ്മ മാർക്കോസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. മക്കളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവേ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഞായറാഴ്ചയാണ്. നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകിച്ച് ആരാധനയുണ്ട്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് എല്ലാവർക്കും അറിയാവുന്നത് 24, 25, 26 ഈ മാസത്തിലെ അവസാനത്തെ വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. കടന്നു വരിക. കംപ്ലീറ്റ്ലി സൗജന്യമാണ്. പ്രത്യേകിച്ച് ഫീസോ രജിസ്ട്രേഷൻ ഒന്നുമില്ല. രാവിലെ സെഷനുണ്ട്, പ്രത്യേകിച്ച് അതിശക്തമായിട്ടുള്ള പ്രസംഗമുള്ള സെഷൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അനോയിന്റിങ് സെഷൻസ് ഉണ്ടായിരിക്കും. രാത്രിയിലും അതുപോലെ അതിശക്തമായിട്ടുള്ള സെഷൻസ് ഉണ്ട്. വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുണ്ട്, ഞായറാഴ്ച ആരാധനയോടുകൂടിയാണ് അത് അവസാനിക്കാനായിട്ട് പോകുന്നത്. ഒരു സെഷനിലെങ്കിലും നിങ്ങൾ കടന്നു വരണം, കുടുംബമായിട്ട് കടന്നു വരിക. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും അതിശക്തമായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഹൂ ആർ യുവർ ഫ്രണ്ട്സ്? ആരാണ് നിങ്ങളുടെ സ്നേഹിതന്മാർ, കൂട്ടുകാർ എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ശക്തമായൊരു ഉത്തരം ഇന്നത്തെ സന്ദേശത്തിലുണ്ട്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷൻ, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം, ആ ദർശനം
എങ്ങനെയാണ് അതിൽ തന്നെ നിൽക്കേണ്ടതെന്നും ഫോക്കസ്ഡ് ആകേണ്ടതെന്നും അതിൽ എടുക്കേണ്ട പ്രീകോഷൻസൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, ഇഷ്ടമാകുന്നുണ്ട്, അകത്ത് തീരുമാനമെടുക്കുന്നുണ്ട്? ഒരു നോട്ട്ബുക്ക് വാങ്ങി കർത്താവ് സംസാരിക്കുന്നതെല്ലാം എഴുതി വെച്ച് ലൈഫ് ഡിസിപ്ലിൻഡ് ആക്കി ഒരു സെൽഫ് ഡിസിപ്ലിനിലൂടെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഒരു വചനം ഞാനൊന്ന് വായിച്ചോട്ടെ. Proverbs 18 and verse number 24. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ വായിക്കുന്ന ഇങ്ങനെയാണ്: There are friends who destroy each other, but a real friend sticks closer than a brother. ചില സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുന്നു. But a real friend sticks closer than a brother. എന്നാൽ നല്ലൊരു സുഹൃത്ത് ഒരു സ്വന്തം സഹോദരനേക്കാൾ ചേർന്ന് നിൽക്കും. എൻ്റെ പരിഭാഷയാണ്. വളരെയധികം ജീവിതത്തിലെ ലൈഫിലെ വിഷനിലേക്ക് എത്തിച്ചേരുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ അസോസിയേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേഷൻസ്. നമ്മുടെ ബന്ധങ്ങൾ, ആരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും സാന്ദർഭികമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. എത്ര പേർക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരു വിഷൻ കിട്ടി? എൻ്റെ ലൈഫിൽ ചർച്ചിൻ്റെ വിഷനല്ല, വേറെ ഒന്നുമല്ല, ഇൻഡിവിജ്വലായി എനിക്കൊരു ദർശനം, അതും ദൈവത്തിൽ നിന്നായിരിക്കണം. എവിടെയെങ്കിലും പുസ്തകം വായിച്ചിട്ടൊരു ബുക്കിഷ് നോളജിൽ ദർശനം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ആരുടെയെങ്കിലും ലൈഫ് കണ്ട് കോപ്പി അടിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. Amen. So ഇവിടെ പറയുന്നത് there are friends who destroy each other. പരസ്പരം നശിപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ചുമ്മാ പത്രം എടുത്ത് വായിക്കുക, അതിൽ കൊലപാതകം, മോഷണം, ഹീനകൃത്യങ്ങൾ, ഇതെല്ലാം എടുത്ത് വായിച്ചു നോക്കിയ സുഹൃത്തുക്കൾ തമ്മിൽ ഉള്ള കൂട്ടുകെട്ടിലൂടെ വന്ന ദുഷ്പ്രവർത്തികളും ഗ്യാങ് ഫൈറ്റ്സും ഒരുമിച്ച് ചേർന്ന് വന്നപ്പോൾ അബദ്ധം പറ്റിപ്പോയതും, അങ്ങനെ നിന്നപ്പോൾ ഓരോരുത്തർ ആശയെടുത്തിട്ടു നമുക്ക് കുറച്ച് ആരും അറിയാതെ കുറച്ച് ഡ്രഗ്സിൻ്റെ ഡീലിംഗ് ഒക്കെ തുടങ്ങാം. കാശ് കിട്ടൂടാ, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയം, കാശ് കൈ കിട്ടും, കൊള്ളാമല്ലോ, ആരും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് പിന്നീട് ഡ്രഗ്സിന് അഡിക്റ്റായി, പിന്നെ മോഷണമായി, അനാവശ്യമായിട്ടുള്ള ഈ നാർക്കോട്ടിക്സ് സ്റ്റഫിൻ്റെ കച്ചവടങ്ങളോ അതൊക്കെയായി. അത് പിന്നെ വേണ്ടാത്ത പലതിലും ചെന്ന് കലാശിക്കുന്ന, അറസ്റ്റിലാകുന്ന പത്രത്തിൽ വരുന്നു. ചിലപ്പോൾ അഴിയെണ്ണി ശിഷ്ടായസ് ജീവിക്കേണ്ടി വരും. സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് മൂലം വരുന്നതാണ്. ഇത് തിരിച്ചൊന്ന് ചിന്തിച്ച്, നല്ലൊരു സുഹൃത്താണെങ്കിൽ, എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ, ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യും. വാവ്, ഞാൻ വഴി തെറ്റുമ്പോൾ ഡാമിയൻ, നോ ദിസ് ഇസ് റോങ്, അങ്ങനെയല്ല പോകേണ്ടത്, നീ ചെയ്യുന്നത് ശരിയല്ല, നീ സംസാരിച്ചത് ശരിയായില്ല, നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിലോ, ഒരു കറക്റ്റീവ് ഫോഴ്സായി ഒരു ഫ്രണ്ട് എനിക്കുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ടെങ്കിലോ, എപ്പോഴും ഓർക്കണം, ജീവിതത്തിൽ ഉയരാൻ അസോസിയേഷൻ ബ്രിങ്സ് അനോയിൻറ്റിങ്, അല്ലേ? ആരൊക്കെയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അതിലൂടെ ഒരു ഇമ്പാർട്ടേഷൻ നമുക്ക് ലഭിക്കും. ജ്ഞാനികളോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയായിത്തീരും, മൂടനോടുകൂടി നടന്നാൽ നീ മൂടനായിത്തീരും. ഇവിടെ പറയുന്നത് there are friends who destroy each other. ചില സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുക. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ നശിപ്പിക്കും. തിരിച്ചൊന്നും ചെയ്തില്ലേലും അത് മുഖാന്തരം ജീവിതം പോകുന്നു. Oh my God. സോ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. But a real friend sticks closer than a brother. എന്നാൽ ശരിയായൊരു സുഹൃത്താണെങ്കിൽ ഒരു സഹോദരനേക്കാൾ അധികം വളരെ ചേർന്ന് ഒരാപത്ത് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കും. ചോദ്യം, ഹൂ ആർ യുവർ ഫ്രണ്ട്സ്? കൂട്ടുകാരൊക്കെയാ? ചിന്തിക്കുക, നോക്ക്. ഞാൻ
ഒരു വചനഭാഗം കൂടി എടുത്ത് സംസാരിക്കുക. ശേഷം ഞാൻ നിങ്ങളോട് ഒരു ആക്ടിവിറ്റി പറയും. അത് ധൈര്യം ഉണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട. 2 കൊരിന്ത്യർ 6-14 മുതൽ 18 വരെ. 2 Corinthians chapter 6, 14-18. അവിടെ ഈ അസോസിയേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശക്തിയേറിയൊരു മെസ്സേജ് ഉണ്ട്. അവിടെ പറയുന്നത്, ഡു നോട്ട് ബി യോക്ഡ് ടുഗെദർ വിത്ത് അൺബിലീവേഴ്സ്. വിശ്വാസികളാണെങ്കിൽ അവിശ്വാസികളുമായി, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇണയില്ല പിണ കൂടരുത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ബി യോക്ഡ് ടുഗെദർ എന്നാണ്. യോക്ക് ടുഗെദർ അറിയാലോ, ഈ നുകം 2 കാളകളാണെങ്കിൽ ഈ 2 കാളകളുടെയും മുകളിൽ ഇങ്ങനെ വെക്കുന്നതാണല്ലോ നുകം. അപ്പോൾ ഒരു അവിശ്വാസിയും ഒരു വിശ്വാസിയും തമ്മിൽ ഇതുപോലെ നുകം കഴുത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ തമ്മിൽ ചേർന്നാണ് എല്ലാം ചെയ്യേണ്ടത്. പെട്ടെന്ന് ഈ നുകം പൊളിച്ച് തകർത്ത് പോകാൻ സാധ്യമല്ല, കാരണം യോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരൊരുമിച്ച് അതുപോലെ അസോസിയേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്താൽ അതിഭയങ്കരമായി ജീവിതത്തെയും ആ പ്രോജക്റ്റിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്നത്. ഡു നോട്ട് ബി യോക്ഡ് ടുഗെദർ വിത്ത് അൺബിലീവേഴ്സ്. യു ഷുഡ് നോട്ട് ഹാവ് എനി അസോസിയേഷൻ വിത്ത് അൺബിലീവേഴ്സ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഒരു അവിശ്വാസിയുമായി സമ്പർക്കം പുലർത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ടീച്ചിങ് ഉള്ള ചില സഭാവിഭാഗങ്ങളുണ്ട്. അവർ പുറംലോകത്തിൽ അവിശ്വാസികളുമായി ഒരു ബന്ധമില്ല. അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പുറത്തുള്ള ആരുമായിട്ട് അവിശ്വാസികളുമായി ഒരു ബന്ധമില്ല. അത് മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡാണ്. യേശു കർത്താവ് പാപികളുമായി സംസർഗം പുലർത്തുമായിരുന്നു, അവരുടെ വീടുകളിൽ പോകുമായിരുന്നു. പക്ഷേ വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു വിൻ ദം ഓവർ ടു ഗോഡ്, അല്ലേ? ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. അതല്ലാതെ അവരോടൊപ്പം യേശു പാപികളോടുകൂടെ കൂടി താനും പാപം ചെയ്തു പോയി അബദ്ധത്തിൽ എന്ന് പറയുന്നില്ല. പാപികളോട് വേർപെട്ടവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ. അതിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല, പക്ഷെ പാപികളോടുകൂടെ അവൻ അസോസിയേറ്റ് ചെയ്തു. ഡു നോട്ട് ബി യോക്ഡ് ടുഗെദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളോട് നിങ്ങൾ ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ ബോൺ അഗെയിൻ ആണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ എന്ത് ഇണയില്ല പിണ കൂടരുത് എന്ന് വെച്ചാൽ പിരിയാൻ കഴിയാത്ത രീതിയിലുള്ള കെട്ടുപിണയുന്ന രീതിയിലുള്ളൊരു ബന്ധത്തിൽ ചെന്നപ്പെട്ടരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ വിശ്വാസിയായി കർത്താൽ വിശ്വസിക്കുന്ന ഒരു യുവാവാണെങ്കിൽ അവിശ്വാസിയായ ഒരു പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കരുത്, വ്യക്തമാണ് ഈ വചനം അനുസരിച്ച്. തിരിച്ചു, കാരണം ആ ബന്ധം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ടതാണ്. ഇയാൾ രക്ഷിക്കപ്പെടും എന്നൊക്കെ വിചാരിച്ചായിരിക്കും പതുക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കാൻ പോകുന്നു. പക്ഷേ അത് നടന്നില്ലെങ്കിലോ? കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് ഇയാൾ രക്ഷിക്കപ്പെടുമെന്ന്. അടുത്തത്, ഫോർ വാട്ട് ഡു റൈച്ചസ്നെസ് ആൻഡ് വിക്കറ്റ്നെസ് ഹാവ് ഇൻ കോമൺ? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് പൊതുവായിട്ടുള്ളത്? നീതിയും അധർമ്മവും തമ്മിൽ ചേരുമോ? കേൾക്കുന്നുണ്ടോ? നീതിയും അധർമ്മവും തമ്മിൽ ചേരുമോ? ഓയിലും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യാൻ കഴിയുമോ? രണ്ടും വേറെ വേറെ കിടക്കും, ഒരെണ്ണം പൊങ്ങി നിൽക്കും. മിക്സ് ചെയ്യാൻ സാധ്യമല്ല. യേശു കർത്താവ് നമ്മുടെ നീതിയാണ്. നമുക്ക് സൗജന്യമായി കർത്താവിൻ്റെ നീതി ലഭിച്ചു. അങ്ങനെയെങ്കിൽ അധർമ്മവും തമ്മിൽ നമുക്ക് അസോസിയേഷൻ ഇല്ല. ഓർ വാട്ട് ഫെലോഷിപ്പ് ക്യാൻ ലൈറ്റ് ഹാവ് വിത്ത് ഡാർക്ക്നെസ്? അടുത്ത ചോദ്യം, വെളിച്ചത്തിൻ്റെ ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? വെളിച്ചം ഇരുളും തമ്മിൽ ചേരുമോ? നോ. വെളിച്ചം വരുമ്പോൾ തന്നെ ഇരുട്ട് ഓടി ഒളിക്കും. അടുത്തത്, വാട്ട് ഹാർമണി ഈസ് ദർ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ബിലയാൽ? ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് ബന്ധം? ക്രിസ്തു കർത്താവും രാജാധിരാജാവും
താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായി മഹാദൈവമായിരിക്കുമ്പോൾ, ദൈവമെന്നോ കർത്താക്കന്മാരെന്നോ പേരുള്ള ചില മിഥ്യയായി മനുഷ്യർ വിശ്വസിക്കുന്ന സാധനങ്ങളുമായിട്ട് എന്ത് യോജിതയാണ് ഉള്ളത്? അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുമായി ക്രിസ്തുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? യേശു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ ദുരാത്മാക്കൾ ഓടി വിളിക്കാൻ തുടങ്ങും. Or what does a believer have in common with an unbeliever? എന്നിട്ട് ചോദിക്കുക, ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ബന്ധം, എന്ത് പൊരുത്തം, കോമൺ ആയിട്ട് എന്താ ഉള്ളത്? വാട്ട് എഗ്രിമെന്റ് ഈസ് there between the temple of God and idols? ഒരു ദേവാലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് യോഗ്യതയാണുള്ളത്? വ്യക്തമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദേവാലയത്തിനകത്ത് വിഗ്രഹം വെക്കാമോ? വിഗ്രഹത്തിന് എന്താണ് യോഗ്യത? വിശുദ്ധ ബൈബിൾ പറയുന്നു. We are the temple of the living God. പെട്ടെന്ന് മാറ്റുകയാണ്. പെട്ടെന്ന് ദേവാലയം ബിൽഡിംഗ് എന്നതിനപ്പുറത്തേക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറുകയാണ്. We are the temple of the living God. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം നമ്മളാണ്. As God has said, I will live with them and walk among them, and I will be their God, and they will be my people. കർത്താവ് തന്നൊരു വാഗ്ദത്തമാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരോടുകൂടെ നടക്കുകയും ചെയ്യും. I will be their God. ഞാൻ അവരുടെ ദൈവമായിരിക്കും. And they will be my people. അവർ എൻ്റെ ജനമായിരിക്കും. Therefore, come out from them and be separate. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. Says the Lord. Touch no unclean thing. അശുദ്ധമായതൊന്നും തുടരുത്. പറഞ്ഞേ, അശുദ്ധമായതൊന്നും തുടരുത്. ഏതാണ് അശുദ്ധം? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് അല്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. എൻ്റെ ഡെഫിനിഷൻ ഇതാണ്: അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിലക്കുന്നതെല്ലാം അശുദ്ധമാണ്. അതെന്തായിക്കോട്ടെ, കാഴ്ചയാകാം, പ്രവൃത്തിയാകാം, ചിന്തയാകാം, എന്തുമായിക്കോട്ടെ. കാരണം അകത്തിരിക്കുന്ന ആത്മാവിൻ്റെ പേരെന്താണ്? പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഇംഗ്ലീഷിൽ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, ഹോളി. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് സമ്മതിക്കാത്തത് എന്തും അശുദ്ധമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഓക്കെ ആയിരിക്കാം, മറ്റുള്ളവർ അതിന് ടിക്ക് മാർക്ക് നൽകുമായിരിക്കാം, മറ്റുള്ളവർ പറയും ഒരു കുഴപ്പമില്ല, ദൈവമക്കൾക്ക് ഇതുകൊണ്ട് ഒരു ദോഷവുമില്ല. എന്ത് പറഞ്ഞാലും ശരി, അകത്തിരിക്കുന്ന പരിശുദ്ധാത്മ വിലക്കുകയാണെങ്കിൽ അത് അശുദ്ധമാണ്. അതാണ് എൻ്റെ ഡെഫിനിഷൻ. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് വിലക്കില്ല എന്നുള്ളത് എങ്ങനെയാണ് ബ്രദറെ അറിയുന്നത്? അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവുമായി ട്യൂൺഡാണോ? എങ്കിലേ അറിയാൻ കഴിയൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു, ഞങ്ങൾ ചില ദേവദാസന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദേവദാസൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ച സമയത്ത് എൻ്റെ അകത്തൊരു വലിയ വിലക്ക് വന്നു, അല്ലെങ്കിൽ ഒരു വലിയ ശാസന കേട്ടു. അത് നമ്മൾ സംസാരിക്കണ്ട. അതിൻ്റെ അർത്ഥം അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ബീപ് 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 അലാം മുഴക്കി സമ്മതിക്കുന്നില്ല. നമ്മൾ ചിലത് സംസാരിക്കുമ്പോൾ, നമ്മൾ ചിലത് ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ഡിസ്കംഫർട്ട് കാണിക്കും. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ അകത്തോട്ട് അടിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാകും അത് അശുദ്ധമാണ്, വേണ്ട. പക്ഷേ അതറിയാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, സെൻസിറ്റിവിറ്റി ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. അൺസ്ക്രൂപ്പുലസ്ലി വി ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ പരിശുദ്ധാത്മാവുമായി അവൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന അത്രയും ക്ലോസ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അറിയാൻ കഴിയും അശുദ്ധമായത് എന്താണ്. അടുത്തത് അതിനുശേഷം പറയാം, ടച്ച് നോ അൺക്ലീൻ തിങ് ആൻഡ് ഐ വിൽ റിസീവ് യു.
അശുദ്ധമായതൊന്നും തൊടാതിരുന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ആൻഡ് ഐ വിൽ ബി എ ഫാദർ ടു യു. ഐ വിൽ ബി എ ഫാദർ ടു യു. ഞാൻ നിങ്ങൾക്കൊരു പിതാവായിരിക്കും. ദേ വിൽ ബി മൈ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും, സേസ് ദ ലോർഡ് ഓൾമൈറ്റി എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത്രയും 1-2 വചനഭാഗം ഞാൻ തന്നല്ലോ. ഇനിയാണ് കേൾക്കേണ്ടത്. ഇന്ന് തീരുമാനിക്കുക, ആരുടെയൊക്കെ അസോസിയേറ്റ് ചെയ്യും, ആരിൽ നിന്നെല്ലാം അകന്നു മാറും. ചൂസിങ് ദ റൈറ്റ് ഫ്രണ്ട്സ്, അതായത് ശരിയായ സുഹൃത്തുക്കളെ, ചൂസിങ് ദ റൈറ്റ് ബഡീസ്, അതൊരു ഭയങ്കര സംഭവമാണ്. ലൈഫിൽ അത് ചെയ്തില്ലെങ്കിൽ ലൈഫ് മൊത്തം അനുഭവിക്കേണ്ടി വരും. ചൂസിങ് ദ റോങ് ഫ്രണ്ട്സ് വിൽ കീപ് യു ഫ്രം യുവർ ഡെസ്റ്റിനി. തെറ്റായ സുഹൃത്തുക്കളോടുകൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ശരിയായ ലക്ഷ്യസ്ഥാനത്ത് ജീവിതം എത്തുക ഇല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ക്ലാസ്സിലുള്ളവർ, കോളേജിലുള്ളവർ, കളിക്കൂട്ടുകാർ, എപ്പോഴും കാണുന്നവർ, വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർ, സോഷ്യൽ മീഡിയയിലുള്ളവർ, പലരും നാം അറിയാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ അവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: സീ ദാറ്റ് യു ആർ റൈറ്റ്ലി കണക്റ്റഡ് വിത്ത് പീപ്പിൾ. ആളുകളുമായി, നല്ല ആളുകളുമായി നല്ല ബന്ധത്തിലാണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ആൻഡ് ഫൈൻഡ് പീപ്പിൾ ഹു ക്യാൻ ഇൻജെക്ട് ദ ക്വാളിറ്റീസ് യു നീഡ് ടു ബിക്കം വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ്. നമ്മൾ എവിടെ എത്തിച്ചേരണമോ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള, നല്ല ഉപദേശങ്ങൾ, നല്ല മാതൃകൾ, ഇതൊക്കെ തരാൻ കഴിവുള്ള ആളുകളെ വേണം കണ്ടുപിടിക്കാൻ. ഇനി ഇതിലൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ അറിയാം ആരെ നിർത്തണം ആരെ നിർത്തണ്ടെന്ന് എങ്ങനെ അറിയാം? കേട്ടോ, നല്ലൊരു ചെക്ക് ലിസ്റ്റ് തരാൻ പോവാം. നിങ്ങളിങ്ങനെ ഓർക്കുക, ഏതെങ്കിലും സുഹൃത്തുക്കളുമായി ഫോൺ വിളിക്കുമ്പോൾ, കുറച്ചു നേരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഡിമ്മാകുന്നത് പോലെ, അല്ലെങ്കിൽ സന്തോഷം തല്ലിക്കെടുത്തുന്നത് പോലെ, ഒരു റെസ്റ്റ്ലെസ്നെസ് വരുന്നത് പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരൊറ്റ ഫോണായിരിക്കും. ഫോൺ എടുത്തു, കുറച്ചു നേരം സംസാരിച്ചു, നിങ്ങളുള്ള സന്തോഷവും പോയി, ജീവനും പോയി, ഉത്സാഹവും പോയി, നിങ്ങളങ്ങ് ഡൗൺ ആകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. ആ ക്യാരക്ടേഴ്സ് ക്യാരി ചെയ്യുന്നത് നിങ്ങളെ താഴേക്കിരുത്തുന്ന, വലിച്ചിരുത്തുന്ന ചില പരിപാടികൾ. ഇന്ന് തീരുമാനിക്കണം ആ അസോസിയേഷന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒരു സ്പേസ് ഇട്ട്, ഡിസ്റ്റൻസ് ഇട്ട് മാറ്റി നിർത്തുക. എന്നുവെന്നെങ്കിൽ ഇനി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, ആ അർത്ഥത്തിലല്ല പറയുന്നത്. അതുപോലെ ചിലരാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും ഒറ്റ കൈക്ക്. എന്നാൽ കീപ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം സച്ച് ക്യാരക്ടേഴ്സ്. ടേക്ക് എ ഡിസിഷൻ നൗ. നാളെയല്ല, കിടക്കാൻ പോകുന്നതിന് മുമ്പല്ല, ഇപ്പോൾ തീരുമാനിക്കുക. അങ്ങനെയുള്ളത് എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഒരു ദർശനത്തിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇനി ചില ആളുകളുണ്ട്, കാശ് കടം മേടിക്കുകയും സമയത്ത് തരാതിരിക്കുകയും അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ചിലർ കാണും. ദാനമായിട്ട് കൊടുത്തോ, നോ പ്രോബ്ലം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പൈസ കടം ചോദിക്കുകയും കൃത്യമായി അന്നത്തെ ദിവസം എക്സ്ക്യൂസ് പറയുകയും, പിന്നെ കോൾ എടുക്കാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക, ഇത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ നിങ്ങളെ ഭയങ്കരമായി വിഷമിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി വന്നത് സംഭവിച്ചു. പക്ഷെ ഇനി നല്ലൊരു ഗ്യാപ്പ് ഇട്ടേ ജീവിക്കാവൂ. വീണ്ടും മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും നിരാശയും ഫ്രസ്ട്രേഷനും അവർ നിങ്ങളുടെ അകത്തോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക. ഇതുപോലെ പഴയ ജീവിതകാലത്ത് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലുമൊക്കെ പാപപ്രവൃത്തികളിലേക്ക് നിങ്ങളെ ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആരെങ്കിലും ഉണ്ടോ? മുറിക്കുക, ഇന്ന് മുറിക്കുക, മതി, നോ മോർ. നട്ടലുണ്ടോ തപ്പി നോക്കിയേ, ബാക്കിലുണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. തപ്പി നോക്ക്,
പഴയ കാലത്ത് നിങ്ങളെ പല വേണ്ടാത്തതിലേക്കും കൊണ്ടുപോയ ക്യാരക്ടേഴ്സ്, ആണാകട്ടെ പെണ്ണാകട്ടെ അടുത്ത ബന്ധുവാകട്ടെ അല്ലാത്തതാകട്ടെ ആരുമായിക്കോട്ടെ, മുറിക്ക്, അകറ്റി നിർത്ത്, ഗ്യാപ്പിട്ട് നിർത്ത്. അത്രയും അകലെ നിർത്തിയാൽ മതി, അടുത്തോട്ട് വരണ്ട. സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. ഹലോ, ഇത് സ്വന്തം ജീവിതത്തിനും ഭാവിക്കും വേണ്ടി ഞാൻ പറയുന്നേ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയുന്നു. വി ഷുഡ് ഹാവ് എ ഗിഫ്റ്റ് ടു സേ ഗുഡ് ബൈ. ഗുഡ് ബൈ പറയാനുള്ളൊരു കൃപാവരം വേണം. ചിലതിനോട് ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ പറയാൻ ഉള്ള കൃപാവരം വേണം. ഞാൻ ചോദ്യം ചോദിച്ചിട്ട്, നോഹയുടെ പെട്ടവെല്ലാം റെഡിയായി. നോഹയുടെ 3 പിള്ളേരുണ്ട്, ഷേം, ഹാം, ജാഫത്ത്. അവർക്ക് ഭാര്യമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ നാട്ടിലുണ്ടായിരുന്നു. ഗ്രാമവാസികളായിട്ട് ചുറ്റുമുള്ള ഒരുമിച്ച് കളിച്ചു വളർന്നവരൊക്കെ ആയിട്ട് ഒത്തിരി പേര് കാണും. അപ്പം ഇവരിങ്ങനെ ഇതിലോട്ട് കയറുക, എങ്ങോട്ട്, പെട്ടകത്തിലോട്ട് കയറുക. അപ്പം ആ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ വരും, എന്ത് പരിപാടി കാണിക്കുക, മഴ പെയ്യുന്നു, ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. എന്ത് വട്ട, നിൻ്റെ അപ്പന് വട്ട് കയറിയെന്ന് വെച്ചാൽ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾ പ്രായം കുറഞ്ഞവരല്ലേ, നിങ്ങൾക്കും വട്ടാണോ? എന്ത് പരിപാടി, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുക. ആ പെട്ടിയുടെ ഉള്ളിൽ കയറി വാതിലടച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഈ പറയുന്നേ? ഈ ഫ്രണ്ട്സിൻ്റെ ഇതുകൊണ്ട് അവരെങ്ങാലും അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഭയങ്കരമായ മഴ പെയ്തു, ജലപ്രളയമുണ്ടായി, ഇവരെല്ലാം അതിൽ നശിച്ചേനെ. അപ്പോൾ ഞാനിങ്ങനെ ഇമാജിനേഷനിൽ ചിന്തിക്കാൻ പോകുന്ന വഴിക്ക് മുകളിലേക്കുള്ള റാമ്പ് കയറുകയാണ്. എന്ന് വെച്ചാൽ പെട്ടകത്തിലേക്ക് പോകുന്ന സമയത്ത് ബബായ് ബബായ് ബബായ്, എല്ലാവരോടും ബൈ 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 ബബായ് ബൈ 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 പറഞ്ഞു പോയത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത്. ഇതുപോലെ some friends are only for a season, some friends are for life. ചില ആളുകൾ കുറച്ചു കാലത്തേക്ക് മതി, വിട്ടേക്ക്. അനുഭവിച്ചല്ലോ, ഇനിയും അത് റീകണക്ട് ചെയ്യണ്ട, വിട്ടേക്ക്. ഞാൻ പറയുന്നത് ടോക്സിക് ഫ്രണ്ട്സിനെ കുറിച്ചാണ്. നമ്മളിലേക്ക് വിഷം കുത്തിവെക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് വിടാത്ത, നമ്മുടെ സമയം കളയുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് രക്ഷപ്പെടുക. ഗുഡ് ബൈ പറയാനുള്ള കൃപാവരം ഇന്ന് പകർന്നെടുക്കുക. ഇനിയാണ് ഞാൻ നിങ്ങൾക്കൊരു ഇത് തരാൻ പോകും. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക, കയ്യിൽ ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക, നോ പ്രോബ്ലം. ഇത് കഴിഞ്ഞ ശേഷം ഈ മൊബൈൽ ഫോൺ എടുക്കുക. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരുകളും ഇതൊക്കെ ഉണ്ടല്ലോ, വാട്സപ്പിലായാലും അവിടെയൊക്കെ ആയിട്ട് എല്ലാത്തിലൂടെ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് ആവശ്യമില്ലാത്ത, ഒരു കാലത്ത് നിങ്ങളെ ചതിച്ചവർ, ഒരു കാലത്ത് നിങ്ങളെ നശിപ്പിച്ചവർ, ഒരു കാലത്ത് നിങ്ങളെ വേദനിപ്പിച്ചവർ എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് 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 ഡിലീറ്റ്. ഒരു കാരണം കാണിക്കരുത്, ഡിലീറ്റ് ചെയ്ത് കളയുക. വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളിലായാലും ശരി, ഇൻസ്റ്റഗ്രാമിലായാലും ശരി, സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോമിലായാലും ശരി, ഫോളോ ചെയ്യുകയോ നിങ്ങൾ വേണ്ടാത്തവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യുക. ഇന്ന് വേണ്ടാത്ത സാധനങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചെയ്യണം. ചെയ്ത ശേഷം എന്നെ വിവരം അറിയിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ മക്കളെ. ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം എനിക്കൊരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ നമ്പറിലൊരു മെസ്സേജ് ഇടുക, ഡയമണ്ട് ബ്രദറെ അറിയിക്കാൻ പറയുക, ഞാൻ ആവശ്യമില്ലാത്ത എല്ലാ കോണ്ടാക്റ്റും ഡിലീറ്റ് ചെയ്തു. ഇനി അതുകൂടാതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഫോട്ടോഗ്രാഫുകൾ, വീഡിയോ അതും ഇതൊക്കെ വേണ്ടാത്തത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഗാലറി ചെയ്യുക. ഡിലീറ്റ് 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 ഡിലീറ്റ്. എന്നിട്ട് റീസൈക്കിൾ ബിന്നിലോ അതിൻ്റെ ട്രാഷിലൊക്കെ കിടക്കുവാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ട് കളഞ്ഞേക്ക്. എന്തെങ്കിലും 30 ദിവസത്തിനുള്ളിൽ തിരിച്ചിടരുത്. ഹലോ, ചെയ്യോ ഇല്ലയോ എനിക്ക് വാക്കുതാ. കമൻറ്റ് സെക്ഷനിൽ തീരുമാനിക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ ഐ ഡിസൈഡ് ടു ഡിലീറ്റ് അൺവാണ്ടഡ് കോണ്ടാക്ട്സ്, ഫോട്ടോഗ്രാഫ്സ് എക്സെട്ര ഫ്രം മൈ സോഷ്യൽ മീഡിയ കോണ്ടാക്ട് ലിസ്റ്റ് എക്സെട്ര പറ. ഇന്ന് തന്നെ ഞാൻ തീരുമാനിക്കുന്നു വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ. പറ, അവിടെ ടൈപ്പ് ചെയ്തിട്ട്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞിട്ട് കർത്താവെ, ഈ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ആ വരുന്ന ടെമ്പറേച്ചർ മാറിപ്പോട്ടെ.
ഒരു പനിക്കോള് പോലെ അങ്ങനെയുള്ളതെല്ലാം മാറട്ടെ. അതുപോലെ സൈനസ് പ്രോബ്ലംസ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ അതെല്ലാം മാറിപ്പോട്ടെ. കഴിഞ്ഞിട്ട് ഏത് രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നീര് പറ്റിപ്പോട്ടെ. ക്യാൻസർ സൗഖ്യമാട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. വലിയ വിടുതലുകളും സൗഖ്യങ്ങളും കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.